അർദ്ധരാത്രി തുടങ്ങിയ ദേശീയ പണിമുടക്ക് തലസ്ഥാന നഗരവീഥികളെ വിജനമാക്കി. KSRTC സർവീസ് നിർത്തിയതിനാൽ തീവണ്ടികളിലെത്തിയവർ തുടർ യാത്രാമാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടിലായി. പണിമുടക്കിൽ നിന്നും വിട്ടുനിന്ന BMS യൂണിയനിലെ ഡ്രൈവർമാർ ഓട്ടോറിക്ഷകൾ നിരത്തിലിറക്കിയത് തമ്പാനൂരിൽ തർക്കങ്ങൾക്കിടയാക്കി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കുമുള്ളവരെ പോലീസ് സഹായിച്ചു. 10 മണിയോടെ കൂടുതൽ വാഹനങ്ങൾ റോഡിലിറങ്ങിയെങ്കിലും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ജാഥയും ധർണയും നടന്നു. അതിനിടെ ISROയുടെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാരെ എത്തിക്കുന്ന വാഹനങ്ങൾ മരപ്പാലത്തെ ഡിപ്പോയിലെത്തി CITU പ്രവർത്തകർ തടഞ്ഞു. ടെക്നോ പാർക്കിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുമുള്ള വാഹനങ്ങളും സമരാനുകൂലികൾ വിവിധയിടങ്ങളിൽ തടഞ്ഞു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അർദ്ധരാത്രിയോടെ ആരംഭിച്ച ദേശീയ പണിമുടക്ക് മധ്യകേരളത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു. ഫാക്ടറിയും റിഫൈനറിയും കൊച്ചി തുറമുഖവും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും പ്രവർത്തിച്ചില്ല. കൊച്ചി മെട്രോയുടെ നിർമ്മാണം തടസ്സപ്പെട്ടു. എറണാകുളം നോർത്തിലും സൗത്തിലും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഓൺലൈൻ ടാക്സികൾക്ക് നേരെ ആക്രമണമുണ്ടായി. ആലപ്പുഴയും പാലക്കാടും പണിമുടക്ക് സമാധാനപരമായിരുന്നു. വാളയാർ ഉൾപ്പെടെയുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകളെ പണിമുടക്ക് ബാധിച്ചില്ല. എന്നാൽ പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആലപ്പുഴയിൽ ടൂറിസം മേഖലയെ പണിമുടക്ക് നിശ്ചലമാക്കി. തൃശൂർ പേരാമ്പ്രയിൽ അപ്പോളോ ടയേഴ്സിൽ ജോലിക്കെത്തിയവരെ തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. ഇടുക്കിയിൽ ലോ റേഞ്ചിലും ഹൈറേഞ്ചിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. KK റോഡിലും കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും വാഹനങ്ങൾ തടഞ്ഞു. മലബാറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കോഴിക്കോട് NITയിലും IIMലും ക്ലാസുകൾ നടന്നു. കോഴിക്കോട് ജില്ലയിൽ BMSന് സ്വാധീനമുള്ള മേഖലകളിൽ ഓട്ടോ സർവീസ് ഉണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിൽ ചരക്ക് വാഹനങ്ങൾ കടന്നുവരാൻ തടസ്സമുണ്ടായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന പൊതുപണിമുടക്ക് ദേശീയ തലത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. ഡൽഹിയിലെ പൊതുഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചില്ല. നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ജന്തർ മന്ദർ എന്നിവിടങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികൾ പ്രകടനം നടത്തി. 7ാം ശമ്പള കമ്മീഷന്റെ ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച നഴ്സുമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുംബൈയിലെ വ്യവസായ മേഖലയെ മാത്രമാണ് പണിമുടക്ക് അല്പമെങ്കിലും ബാധിച്ചത്. ബംഗളൂരുവിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പണിമുടക്കിയെങ്കിലും മെട്രോ കൂടുതൽ സർവീസുകൾ നടത്തി. IT വ്യവസായത്തെ പണിമുടക്ക് ഒട്ടും ബാധിച്ചില്ല. തമിഴ്നാട്ടിലെ തൊഴിലാളികൾ പണിമുടക്കിനോട് പതിവ് പോലെ വിമുഖത കാണിച്ചു. അതേസമയം ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പണിമുടക്കിയത് ജനങ്ങളെ വലച്ചു. പശ്ചിമബംഗാളിൽ പണിമുടക്കിയ തൊഴിലാളികളും പണിമുടക്കിനെ എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, ഡൽഹി.